ഹലോ, ഇന്ന് നമ്മൾ സേക്ക ബൈ ഷെഫ് ഹക്കീം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിനല്ല, സാൻഡ്രയ്ക്ക് എൻ്റെ അനിയത്തിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും എല്ലാം അടിപൊളിയാണ്, വളരെയധികം ടേസ്റ്റിയാണ്. പിന്നെ ഇതൊരു സർപ്രൈസാണ്. അവൾക്കൊന്നും അറിയില്ല. ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്നതിന് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിരുന്നു. അവരോട് നേരത്തെ തന്നെ ഈ സെലിബ്രേഷൻ്റെ കാര്യം ബുക്ക് ചെയ്തിട്ടാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. സാൻഡ്രയ്ക്ക് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു, കാരണം ഇതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. പിന്നെ അവർ തന്നെ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് വളരെ അടിപൊളിയായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ കാണാം. സാൻഡ്രയും നമ്മളും വളരെ ഹാപ്പി ആയിരുന്നു. അതുപോലെയാണ് അവർ നമ്മളോട് എല്ലാ കാര്യത്തിലും സഹകരിച്ചത്. പിന്നെ നമ്മൾക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് ഇവിടെ തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂ, അതായത് നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യം അവർ പ്രത്യേകം നമ്മളോട് വന്ന് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്, നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, കുറയ്ക്കാനുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും മലയാളികളാണ്. മലയാളി ഷെഫാണ് ഇത് എല്ലാം ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ എല്ലാം സിഗ്നേച്ചർ ഡിഷസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് മന്തിയാണ്. ഞങ്ങളപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അവിടെ ചെല്ലുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഈ പ്രാവശ്യം നമ്മൾ ലാമ്പ് മന്തിയാണ് ഓർഡർ ചെയ്തത്. ലാമ്പും ചിക്കനും ഓർഡർ ചെയ്തായിരുന്നു. എല്ലാം വളരെ സ്ലോ കുക്ക് ചെയ്തിട്ടില്ല. ലാമ്പിൻ്റെ കാര്യത്തിൽ ഇതാണ് കേട്ടോ ഷെഫ്. ലാമ്പിൻ്റെ കാര്യം എടുത്ത് പറയാനുള്ളത്, എല്ലാം സ്ലോ കുക്ക് ചെയ്തിട്ടാണ്, കുറേ മണിക്കൂറുകൾ എടുത്ത് സ്ലോ കുക്ക് ചെയ്ത ഫുഡാണ് അവർ നമ്മൾക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യം, സ്റ്റാഫ് വളരെ കമ്പനിയാണ്. എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഈ സ്ഥലം വരുന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡിൽ ഗ്ലാസ്ഗോയിൽ ക്ലൈം ബാങ്ക് എന്നുള്ള സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ സ്കോട്ട്ലാൻഡിൽ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ വെച്ചിട്ട് പോലെ തന്നെയാണ് ഈ ഒരു സ്ഥലം. ഫുഡ് കഴിക്കാനായിട്ട് മലയാളി ഫുഡും മന്തി, അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പ്രീ ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ.